ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ 2023 വന്ന 2 മാർക്സ് ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. എക്സ് ലിമിറ്റഡ് ഇഷ്യൂസ് ₹5 lakh 8% ഡിബഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം 10%. The tax rate applicable to the company 50%. Compute cost of debt. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ആ ഡെപ്റ്റിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ഡെപ്റ്റ്. ഡെപ്റ്റും മേൽ നമ്മൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റിനെയാണ് പൊതുവേ നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് ഇക്വേഷൻ ഉണ്ട്. രണ്ട് ഇക്വേഷൻ എന്നാൽ ആദ്യം രണ്ട് ടൈപ്പ് ഉണ്ട്. കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ ഡെപ്റ്റും ഉണ്ട്, കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റും ഉണ്ട്. അതിൽ കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ ഡെപ്റ്റ് ആണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടത്. അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ബിഫോർ ടാക്സ്, അതായത് ടാക്സ് റേറ്റ് തരാത്ത പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷനാണ് നോക്കേണ്ടത്. അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ KDB എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ബിഫോർ ടാക്സ്, അതാണ് ബി വന്നേക്കണേ. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ബിഫോർ ടാക്സ്. ഇൻട്രസ്റ്റ് ആണ്, പി പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സ് ഉണ്ട്. ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഈ I/P അങ്ങനെ തന്നെ വരും. അതിൻ്റെ കൂടെ എന്തും കൂടി ഇൻറ്റു വരും, 1 - TT എന്ന് പറഞ്ഞ ടാക്സ് റേറ്റ്. അപ്പോൾ ഇവിടെ വെറും പി അല്ല വരണത്. ഇറിഡീമബിൾ ഡെപ്റ്റ് വരുമ്പോൾ വെറും എന്താണ് പി അല്ല, നെറ്റ് പ്രൊസീഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചിലപ്പോൾ ഡിസ്കൗണ്ടിലായിരിക്കാം ഇഷ്യൂ ചെയ്യണത്, ചിലപ്പോൾ പ്രീമിയത്തിലായിരിക്കാം. അപ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞപ്പോൾ 50,000 രൂപയുടെ ഒരു സാധനം പ്രീമിയത്തിൽ 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ 50,000-ൻ്റെ 10% എത്രയാണ്, 5,000. അപ്പോൾ അത് ഇഷ്യൂ ചെയ്യണത് 55,000 രൂപയ്ക്കായിരിക്കും. ഡിസ്കൗണ്ട് ആണെങ്കിൽ 5,000 കുറയും. അപ്പോൾ അത് ഇഷ്യൂ ചെയ്യണത് 45,000 രൂപയ്ക്കായിരിക്കും. അപ്പോൾ 5-10% ഡിസ്കൗണ്ട് ആവാം. അപ്പോൾ ആ വിലേനെയാണ്, എത്ര വിലയ്ക്കാണോ ഡിസ്കൗണ്ടിലാണെങ്കിൽ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള തുക, പ്രീമിയം ആണെങ്കിൽ പ്രീമിയം കൂട്ടിയിട്ടുള്ള തുക, അതാണ് ഇവിടെ നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ ഇക്വേഷൻ എന്താണ്, I/NP ഇൻറ്റു 1 - TT. ഇവിടെ എന്താണ്, ടാക്സ് റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക്, പ്രോബ്ലത്തിൻ്റെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യണതെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 10% കണ്ടുപിടിച്ചിട്ട് 5 ലക്ഷത്തിൻ്റെ ഒപ്പം ആഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ 110% നേരിട്ട് കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ 5 ലക്ഷം ഇൻറ്റു 110% ഞാനിവിടെ കണ്ടുപിടിച്ചേക്കണേ. കാരണം 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വില 100 അപ്പോൾ 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു എന്ന് പറയുമ്പോൾ 110/100 ഇട്ട് ചെയ്യണം. ഇനി 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ 90/100 ഇട്ട് ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആണ് എങ്കിൽ 5 ലക്ഷത്തിൻ്റെ 10% കണ്ടുപിടിക്കുക, എന്നിട്ട് അത് 5 ലക്ഷത്തിൻ്റെ ഒപ്പം കൂട്ടുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, 5,50,000. ആ 5,50,000 ആണ് എന്ത്, നമ്മളുടെ നെറ്റ് പ്രൊസീഡ്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് എന്താണ്, എത്ര രൂപയ്ക്കാണോ അത് ഇഷ്യൂ ചെയ്യണത്, ചിലപ്പോൾ പ്രീമിയത്തിലായിരിക്കാം, ചിലപ്പോൾ പാർ വാല്യൂവിലായിരിക്കാം, ചിലപ്പോൾ ഡിസ്കൗണ്ടിലായിരിക്കാം. പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറിജിനൽ വിലയേക്കാൾ കൂടുന്ന വില. പാർ എന്ന് പറഞ്ഞാൽ എന്താണ്, 100 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ എങ്കിൽ 100 രൂപ തന്നെയാണ് പാർ വാല്യൂ എന്ന് പറയുന്നത്. അത് 110 ആകുമ്പോൾ അവിടെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു എന്ന് പറയും. അത് 90-ലാണ് ഇഷ്യൂ ചെയ്തതെന്ന് പറയുമ്പോൾ അത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു എന്ന് പറയും. അപ്പോൾ ഏത് രീതിയിലാണോ ഇഷ്യൂ ചെയ്യണത് അതായിരിക്കും എൻ്റെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, പ്രീമിയത്തിലായതുകൊണ്ട് 5 ലക്ഷത്തിൻ്റെ 10% പ്രീമിയം കൂടി ആഡ് ചെയ്ത് 5,50,000 ആണ് നെറ്റ് പ്രൊസീഡ്സ്. ഇനി ഇൻട്രസ്റ്റ് എത്രയാണ്, 8% ഡിബഞ്ചർ എന്നാണ് നമ്മളോട് പറഞ്ഞേക്കണേ. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 8%, ഇപ്പോൾ 40,000. ഇനി ടാക്സ് റേറ്റ് എത്രയാണ്, 50% എന്നാണ് പറയണേ. അപ്പോൾ 50% എന്ന് പറയുമ്പോൾ 0.5 എങ്ങനെ കിട്ടും, നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് 50/100 ചെയ്തേ, ആൻസർ 0.5 ആണ്. അപ്പോൾ നമ്മളിവിടെ എപ്പോഴും ആ 100 ഇട്ട് ചെയ്യണ വാല്യൂ വേണം ടാക്സ് റേറ്റ് ആയിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 0.5 കിട്ടും നമുക്ക്. ഇനി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. അതായത്
ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടോ, ആഫ്റ്റർ ടാക്സ് ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ എന്താണ്, ഇക്വേഷൻ എന്തായിരുന്നു, ഐ ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 1 - T. ഐ എത്ര കിട്ടി നമുക്ക്, ഇൻട്രസ്റ്റ് 40,000, നെറ്റ് പ്രൊസീഡ്സ് 5,50,000 ഇൻറ്റു 1 - T. 1-ന്ന് 0.5 കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും, 0.5 തന്നെ വരും. അപ്പോൾ ഇൻറ്റു 0.5. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 0.036 എന്നാണ്. ഇതെപ്പോഴും നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേക്കണം, മറന്നു പോകരുത്. ഇൻറ്റു 100 ചെയ്ത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേക്കണം. അപ്പോൾ 0.036 ഇൻറ്റു 100 3.6% എന്ന് കിട്ടും നമുക്ക് ആൻസർ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ പാറിലാണോ എന്തിലാണോ ഇഷ്യൂ ചെയ്യണത് അതാണ് നെറ്റ് പ്രൊസീഡ്സ്. ഇപ്പോൾ ഇവിടെ 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യണതെന്ന് പറഞ്ഞു. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 10% കണ്ടുപിടിക്കുക, എന്നിട്ട് 5 ലക്ഷത്തിൻ്റെ ഒപ്പം കൂട്ടുക. അതായത് 5 ലക്ഷം വിലയുള്ള സാധനം 10% കൂട്ടി വിറ്റു എന്ന് പറയുമ്പോൾ 5,50,000 ഇവിടെ വിറ്റേക്കണേ, ഇഷ്യൂ ചെയ്തേക്കണത്. അതാണ് നെറ്റ് പ്രൊസീഡ്സ്. ഇൻട്രസ്റ്റ് 8% ഡിബഞ്ചർ എന്നാണ് പറഞ്ഞേക്കണേ. നമുക്ക് എപ്പോഴും ഡിബഞ്ചറും പ്രിഫറൻസ് ഷെയറും ഒക്കെ പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് പെർസെൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 8% ഡിബഞ്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 8% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ 40,000 കിട്ടി. ടാക്സ് റേറ്റ് 50/100 എന്നാണ്. അപ്പോൾ നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് 0.5 എന്ന് എടുക്കുക. ഇനി ഇക്വേഷൻ എന്താ, ഐ ബൈ എൻ പി ഇൻറ്റു 1 - T. ഐ 40,000 നമ്മൾ കണ്ടു, എൻ പി 5,50,000 1 - T. T എന്താണ്, 0.5. അപ്പോൾ 1-ന്ന് 0.5 കുറച്ചാൽ 0.5 തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 0.036 എന്ന് കിട്ടും. അതിനെ നമ്മൾ ഇൻറ്റു 100 ചെയ്ത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിടുക. അപ്പോൾ 3.6% എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്യൂ ലിമിറ്റഡ് ഇഷ്യൂസ് 15,000 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. അപ്പോൾ 15,000 ഷെയർസിൻ്റെ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം നമുക്കിവിടെ. എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കണേ, 15,000 ഇൻറ്റു 100. ഇവിടെ 10% പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയറുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ, ഡിവിഡൻ്റാണ്. ഷെയറുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഡിവിഡൻ്റാണ്. അപ്പോൾ അത് 10% ഡിവിഡൻ്റാണ് ഇവിടെ. എത്ര കിട്ടും, 15 ലക്ഷത്തിൻ്റെ 10%. ദെൻ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് 5%. കൂടാതെ ഇഷ്യൂ എക്സ്പെൻസ് ഒരു 2,000 രൂപയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പേബിൾ ആണെങ്കിൽ ഇവിടെ ഡിവിഡൻ്റാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ 2 രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യണേ. കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയറും കോസ്റ്റ് ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയറും. ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയറിലെ 2 എണ്ണമാണ് ഇറിഡീമബിളും റിഡീമബിളും. എന്താ റിഡീമബിൾ, ഒരു കാലാവധി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത് അല്ലെങ്കിൽ റീപേ ചെയ്യുന്നതാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ. കമ്പനി മൈൻഡപ്പ് ചെയ്യുമ്പോൾ മാത്രം റീപേ ചെയ്യുന്നതാണ് ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ ഇക്വേഷൻ ആദ്യം നോക്കാം. കെ പി എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഈക്വൽ ടു D/NP. ഡി എന്താണ്, ഡിവിഡൻഡ്. NP എന്താണ്, നെറ്റ് പ്രൊസീഡ്സ്. ഇനി കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ എന്താ, KPR, അതായത് കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ, അതാണ് അവിടെ R വന്നത്, ഈക്വൽ ടു D പ്ലസ് ഡിവിഡൻഡ് പ്ലസ് RV മൈനസ് NP/N. RV എന്ന് പറഞ്ഞാൽ എന്താ, റിഡീമബിൾ വാല്യൂ, നമ്മൾ തിരിച്ചു കൊടുക്കണ വാല്യൂ. നെറ്റ് പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഏതിനാണോ ഇഷ്യൂ ചെയ്യണത് അത്, ബൈ N നമ്പർ ഓഫ് ഇയേഴ്സ്. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് റിഡീം ചെയ്യും, 5 വർഷം കഴിഞ്ഞ് റിഡീം ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടാകും, അതാണ് N. ഡിവൈഡഡ് ബൈ, അപ്പോൾ അത്ര ആദ്യം ഇക്വേറ്റ് ചെയ്യണം, എന്നിട്ട് ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ഇൻറ്റു 1/2. അതായത് RV NPയും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കണ്ടുപിടിക്കുക. എന്നിട്ട് അതുകൊണ്ട് മുകളിലുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കിട്ടും. ഇനി അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിൽ D ഡിവിഡൻ്റാണെന്ന് നമുക്കറിയാം, RV റിഡീമബിൾ വാല്യൂ ആണെന്ന് നമുക്കറിയാം, NP നെറ്റ് പ്രൊസീഡ്സ് ആണെന്നറിയാം. ഇനി നമ്മളുടെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇറിഡീമബിൾ ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താ, D/NP. D എന്ന് വെച്ചാൽ ഡിവിഡൻഡ്, NP എന്ന് വെച്ചാൽ നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്, 15,000 ഇൻറ്റു 100, അതായത് 15,000 ഇൻറ്റു 100,
15 ലക്ഷമാണ് പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ. നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ് 15,000 നമുക്ക് തന്നേക്കണേ. ഇനി ഡി എന്താണ്? 10% എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 15 lakh ഇൻറ്റു 10%. കാരണം 15 ലക്ഷത്തിൻ്റെ 10%ആണ് നമ്മുടെ ഡിവിഡൻറ്റ്. അപ്പോൾ നമുക്ക് 1.5 ലക്ഷം കിട്ടി. ഇനി നെറ്റ് പ്രൊസീഡ്സ് എന്താ പറഞ്ഞേക്കണേ? 5% ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യണത്. കൂടാതെ നമുക്കൊരു എക്സ്പെൻസ് കൂടി വന്നിട്ടുണ്ട്. ഇഷ്യൂ എക്സ്പെൻസ് 2 രൂപ പെർ ഷെയർ. അപ്പോൾ 2 രൂപ പെർ ഷെയർ എങ്ങനെയാണ്? 15,000 ഷെയർ ഉണ്ടായിരുന്നു. ഒരു ഷെയറിന് 2 രൂപ വെച്ച് 30,000 ആണ് കോസ്റ്റ് പെർ ഷെയർ ഇഷ്യൂ എക്സ്പെൻസ് വന്നേക്കുന്നത്. അപ്പോൾ അതും നമുക്ക് വന്ന ചിലവാണ്. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് ടോട്ടൽ എത്രയായിരിക്കും? 15 ലക്ഷത്തിൽ നിന്ന് ഡിസ്കൗണ്ട് 75,000 കുറയ്ക്കണം, നമുക്ക് വന്ന ചിലവും കുറയ്ക്കണം, ബാക്കിയുള്ളതേ കിട്ടുകയുള്ളൂ. അപ്പോൾ 13,95,000 ആണ് നെറ്റ് പ്രൊസീഡ്സ്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ? D/NP ഇൻറ്റു 100. ഞാൻ പറഞ്ഞല്ലോ D/NP ഉള്ളൂ, ഇൻറ്റു 100 എന്താ? അവസാനം നമ്മളത് പെർസെൻറ്റേജിലേക്ക് ആക്കണം. അപ്പോൾ ഡിവിഡൻറ്റ് 1,50,000 ഡിവൈഡഡ് ബൈ 13,95,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10.75%. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.